ഹേ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു വണ്ടി മലയാളം. അപ്പം ഇന്നത്തെ ഈ ഒരു വോക്ക് അറൗണ്ട് വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഏറ്റവും പുതിയ 2024 മോഡൽ KTM ഡ്യൂക്ക് 200ൻ്റെ പുതിയ 2 കളേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ 2 കളേഴ്സ് ഇപ്പോൾ നമ്മുടെ KTM പത്തനംതിട്ട ഷോറൂമിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് KTM പത്തനംതിട്ടയിലാണ്. അപ്പോൾ ഈ 2 കളേഴ്സിൻ്റെ വോക്ക് അറൗണ്ട് വീഡിയോ ആയിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത്. അതിൽ നമ്മൾ ഓറഞ്ച് കളറിൻ്റെ ഫസ്റ്റ്, ദെൻ പുതിയ ബ്ലാക്ക് കളറിൻ്റെ എന്നിങ്ങനെയായിരിക്കും ചെയ്യുന്നത്. രണ്ടും 2 വീഡിയോസ് ആയിരിക്കും. സോ ആ വീഡിയോസിലെ ഫസ്റ്റ് വീഡിയോ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു 2024 KTM ഡ്യൂക്ക് 200 വന്നിരിക്കുന്ന മാറ്റങ്ങൾ, ഈ ഒരു പുതിയ കളർ എങ്ങനെയുണ്ട് അടുത്ത് കാണാമെന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ലുക്കിൽ നിന്ന് തന്നെ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടാൽ മനസ്സിലാവും ഓറഞ്ച് കൂടുതലായിട്ട് എറിച്ച് നിൽക്കുന്ന രീതിക്കുള്ള ഒരു കളർ സ്കീമാണ് ഈ ഒരു ഓറഞ്ച്. അല്ലെങ്കിൽ നേരത്തെ നമ്മൾ ഇലക്ട്രിക് ഓറഞ്ച് എന്ന് വിളിച്ചുകൊണ്ടിരുന്നതാണ്, പക്ഷേ ഇപ്പോൾ ഇതിനെ കമ്പനി വെറും ഓറഞ്ച് എന്ന് മാത്രമാണ് വിശേഷിപ്പിക്കുന്നത്. ഈ ഒരു ഓറഞ്ച് കളർ കിട്ടുന്നത് നമുക്ക് ഏറ്റവും പ്രൊമിനൻ്റ് ആയിട്ട് എടുത്ത് നിൽക്കുന്നത് ഈ കാണുന്ന 17 ഇഞ്ച് അലോയ് വീൽസ് തന്നെയാണ്. രണ്ടും നമുക്ക് ഓറഞ്ച് കളേഴ്സിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ വാഹനത്തിൻ്റെ ടാങ്കിൻ്റെ ആ ഒരു സൈഡ് കൗളെന്ന് പറയുന്നതും ഫുൾ ഓറഞ്ച് തന്നെയാണ്. അതേപോലെ തന്നെ നമ്മുടെ ഹെഡ് ലാമ്പിൻ്റെ സൈഡിലുള്ള കൗൾസും ഓറഞ്ച് ഫിനിഷിലാണ് വന്നിരിക്കുന്നത്. പിന്നീട് നമുക്ക് ഓറഞ്ച് കാണാൻ സാധിക്കുന്നത് ഈ കാണുന്ന സബ് ഫ്രെയിമിലാണ്. സബ് ഫ്രെയിമും ഇതിന് ഓറഞ്ച് കളറിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഓറഞ്ച് എലിമെൻറ്റ്സ് എന്ന് പറയുന്നത്. പിന്നീട് ഈ കാണുന്ന ടാങ്കിൻ്റെ മെയിൻ പോർഷനൊക്കെ തന്നെ ഈ കാണുന്ന ഒരു ബ്ലൂ കളറിലാണ് വന്നിരിക്കുന്നത്. ഒരു മാറ്റ് ബ്ലൂ ആണ്. നമ്മൾ നോർമലി കാണുന്ന സ്കൈ ബ്ലൂ കാര്യങ്ങളൊന്നുമല്ല, കുറച്ചുകൂടി ഡാർക്കർ ഷെയ്ഡിലുള്ള ഒരു സ്പെഷ്യൽ ഫീൽ തരുന്ന ബ്ലൂ കളറാണ്. അതേപോലെ തന്നെ ഈ കാണുന്ന ബാഡ്ജിങ്ങും നമുക്ക് ആ ഒരു ബ്ലൂ കളർ തന്നെ കിട്ടും. അതിൽ തന്നെ നമുക്ക് 200ൻ്റെ ലോഗോയും എൻഗേജ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഒരു നീറ്റ് ലുക്കാണ് സൈഡിൽ നോക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു KTM ഫാൻ എന്നുള്ള ഒരാളെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്ക് എന്തായാലും അവരെ അപ്പീൽ ചെയ്യുന്ന രീതിക്കുള്ള ഒരു കളർ ആൻഡ് ഗ്രാഫിക്സ് ആണ് ഇപ്രാവശ്യം KTM ഈ ഒരു 200 കൊടുത്തിരിക്കുന്നത്. ഇനി ടെയിൽ സെക്ഷനിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്കവിടെ വൈറ്റ് കളർ കാണാൻ സാധിക്കും. വൈറ്റിൽ തന്നെ ആ ഒരു ബ്ലൂവും ഓറഞ്ചും ആയിട്ടുള്ള കോമ്പിനേഷനിലാണ് ഇതിൻ്റെ ടെയിൽ സെക്ഷൻ വന്നിരിക്കുന്നത്. അങ്ങനെ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ വലിയ അലമ്പില്ലാത്തൊരു കളറായിട്ടാണ് എനിക്കിതിനെ ഫീൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഇനി നമുക്ക് വാഹനത്തിൻ്റെ ടെക്നിക്കൽ സൈഡിലേക്ക് പോകാം. പണ്ട് മുതലേ നമ്മൾ കണ്ട് ശീലിച്ചിട്ടുള്ള ആ ഒരു ഇൻസ്ട്രുമെൻറ്റ് കൺസോൾ തന്നെയാണ് ഈ ഒരു KTM ഡ്യൂക്ക് 200 2024 മോഡലും KTM കൊടുത്തിരിക്കുന്നത്. നമുക്ക് അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് എല്ലാം തന്നെ ഈ ഒരു ഡിസ്പ്ലേയിൽ കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ ടാക്കോമീറ്റർ ഉണ്ട്, സ്പീഡോമീറ്റർ ഉണ്ട്, ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. ഇവിടെയാണ് വാഹനത്തിൻ്റെ ഹീറ്റ് കാണിക്കുന്നത്. ഇത് നമ്മുടെ ഫ്യൂൽ ഗേജ് ആണ്. ഒരു ഡിജിറ്റൽ ക്ലോക്ക് വരുന്നുണ്ട്. ഇനി ബാക്കി മെനുവിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആക്ച്വൽ ഫ്യൂൽ എഫിഷ്യൻസി, അതുപോലെ തന്നെ 2 ട്രിപ്പ് മീറ്റേഴ്സ്, റോഡ് ആൻഡ് സൂപ്പർ മോട്ടോ എന്നുള്ള 2 ABS മോഡ്സ് ഇതിൽ വരുന്നുണ്ട്. സൂപ്പർ മോട്ടോയിൽ നമുക്ക് റിയർ ABS ഡിസേബിൾ ചെയ്യാനും സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ സൈഡ് സ്റ്റാൻഡ് ഇൻഫോ കാണിച്ചു തരും നമുക്ക്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഡിസ്പ്ലേയിൽ വന്നിരിക്കുന്നത്. ഇന്നത്തെ ഒരു ഡിസ്പ്ലേസ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇപ്പോഴും ഇത് കീപ്പപ്പ് ചെയ്ത് നിൽക്കുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ വേണമെന്നുണ്ടെങ്കിൽ KTM ഇതിനെ കുറച്ചും കൂടെ ഒന്ന് റീഫർബിഷ് ചെയ്ത്, അല്ലെങ്കിൽ ഒരു പുതിയ ലുക്കും കുറച്ചുകൂടെ ഒക്കെ ഫീച്ചേഴ്സൊക്കെ കൊടുത്ത് വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഇറക്കാം. അതിന് തൊട്ട് പുറകിലായിട്ട് കാണുന്നത് ഈ ഒരു സിൽവർ കളറായിട്ടുള്ള ഹാൻഡിൽ ബാറാണ്. ഒരുപാട് വൈഡ് അല്ല, എങ്കിലും നമുക്ക് ഈ ഒരു 200നെ അത്യാവശ്യം നല്ല കമാൻഡിങ് ആയിട്ട് തന്നെ കംഫർട്ടബിൾ ആയിട്ട് തന്നെ ഓടിച്ചുകൊണ്ട് പോകാൻ സാധിക്കുന്ന രീതിക്കുള്ളൊരു ഹാൻഡിൽ ബാറാണ്. ഹാൻഡിൽ ബാറിൽ നമുക്ക് റൈറ്റ് സൈഡിൽ എഞ്ചിൻ കിൽ സ്വിച്ച് വരുന്നുണ്ട്. അതിന് താഴെയായിട്ട് പവർ സ്റ്റാർട്ട് ബട്ടൺ ഉണ്ട്. നമ്മുടെ നോൺ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ബ്രേക്ക് ലിവേഴ്സാണ് വരുന്നത്. ലെഫ്റ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഹൈ ബീം ആൻഡ് ലോ ബീം, പാസ് സ്വിച്ച്, ഇൻഡിക്കേറ്റർ, അതേപോലെ തന്നെ ഹോണ്, അത്രേ വരുന്നുള്ളൂ. ക്ലച്ച് ലിവർ നമുക്ക് നോൺ അഡ്ജസ്റ്റബിൾ ആണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. ഇനി ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ ഒരു പ്രീവിയസ് BS4 ഡ്യൂക്ക് 390 നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു 6 പാക്ക് LED ഹെഡ് ലാമ്പാണ് വിത്ത് DRLs. സോ അത് ഈ ഒരു 200 മോഡൽ കാണാനായിട്ട് കൊള്ളാം. നമുക്ക് ആ ഒരു പഴയ BS6 390യുടെ വൈബ് തരുന്ന ഒരു വണ്ടിയായിട്ട് തോന്നും. എഞ്ചിൻ ചെറുതാണെങ്കിലും ആ ഒരു പഴയ വണ്ടിയുടേതായിട്ടുള്ള ഒരു മസ്കുലാരിറ്റി അല്ലെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റൈലിംഗ് നമുക്ക് ഇതിൽ ഫീൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. നടുക്കായിട്ട് നമുക്ക് ഇതായി കാണുന്നത് ഇതിൻ്റെ ഹീറ്റ് സിങ്കാണ്. അപ്പം വേറെ വ്യത്യാസങ്ങളൊന്നും തന്നെ ആ ഒരു ഹെഡ് ലാമ്പിലില്ല. മുകളിൽ നമുക്ക് LED ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്, ടിപ്പിക്കൽ KTM ഡിസൈനിൽ വരുന്നത്. അതേപോലെ തന്നെ ഇനി താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ട് മഡ് ഫ്ലാപ്പ് എന്ന് പറയുന്നത് ബ്ലാക്ക് കളറിലാണ് വന്നിരിക്കുന്നത്. അതിൽ WP-യുടെ 43mm USD ഫോർക്ക് നമുക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ആദ്യം പറഞ്ഞ പോലെ 17 ഇഞ്ച് ഓറഞ്ച് അലോയ് വീൽസ് വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ വാഹനത്തിൻ്റെ റേഡിയേറ്റർ എന്ന് പറയുന്നത്. നോർമൽ റേഡിയേറ്ററാണ്. സൈഡിൽ KTMൻ്റെ ബ്രാൻഡിങ് വരുന്നുണ്ട്. നമ്മുടെ 199cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് DOHC എഞ്ചിൻ വരുന്നുണ്ട്. 10,000 RPM ഏകദേശം 25 PS പവറും 19.5 Nm ടോർക്കോളം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു DOHC എഞ്ചിനാണ്. അതേപോലെ തന്നെ ഒരു 6 സ്പീഡ് ഗിയർ ബോക്സ്, സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് ക്ലച്ചാണ് ഈ ഒരു എഞ്ചിനോടൊപ്പം KTM ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. ട്രെല്ലിസ് ഫ്രെയിം കാണാം. ട്രെല്ലിസ് ഫ്രെയിം നമുക്ക് ബ്ലാക്ക് കളറിലാണ് വരുന്നത്. ചെറിയൊരു ക്രാഷ് ഗാർഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും താഴെയായിട്ട് നമുക്ക് സെക്കൻഡ് കാറ്റലിറ്റിക് കൺവേർട്ടർ, അല്ലെങ്കിൽ ഒരു മെയിൻ കാറ്റ് ഹൈഡ് ചെയ്യുന്ന പോലെയുള്ള ഒരു എഞ്ചിൻ കൗളും ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. KTM റേസിംഗ് ബാഡ്ജിങ്. അതുപോലെ നമ്മുടെ ബ്രേക്ക് ലിവർ, അഡ്ജസ്റ്റബിൾ ബ്രേക്ക് ലിവർ, അലുമിനിയം സ്വിങ് ആം, അണ്ടർ ബെല്ലി എക്സോസ്റ്റ്, അതേപോലെ തന്നെ പ്രീലോഡ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള
മോണോഷോക്കുമാണ് വാഹനത്തിന് ബാക്കിൽ വരുന്നത്. ഒരു വൈറ്റ് കളറിലാണ് അതിൻ്റെ സ്പ്രിങ്ങും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. 150 സെക്ഷൻ ബാക്ക് ടയർ വരുന്നുണ്ട്. അതുപോലെ തന്നെ 230 mm ബാക്ക് ഡിസ്ക് ബ്രേക്ക് വിത്ത് വൈബ്രി ഫ്ലോട്ടിംഗ് കാലിപ്പറാണ് വാഹനത്തിൽ വന്നിരിക്കുന്നത്. അതേപോലെ ഫ്രണ്ടിൽ നമുക്ക് വരുന്ന ഒരു 300 mm ഡിസ്ക് ബ്രേക്കാണ് വിത്ത് 4 പിസ്റ്റൺ വൈബ്രി റേഡിയൽ മൗണ്ടഡ് കാലിപ്പർ. അതേപോലെ തന്നെ സ്റ്റീൽ ബ്രേഡഡ് ബ്രേക്ക് ലൈൻസ് ഒക്കെ ഇത് നമുക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സെഗ്മെൻറ്റിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ബ്രേക്കിംഗ് അനുഭവം നൽകുന്ന ഒരു വാഹനമാണ് നമ്മുടെ KTM Duke 200 എന്ന് പറയുന്നത്. നമുക്ക് ഈ ഒരു ഹെഡ്ലാമ്പിൻ്റെ സൈഡിലും ഒരു ചെറിയ വൈറ്റ് ഡീറ്റെയിലിംഗിൽ KTM ലോഗോ കൊടുത്തിട്ടുണ്ട്. അത് അടിപൊളിയാണ് എനിക്ക് തോന്നി. ഈ ഒരു അറ്റൻഷൻ ടു ഡീറ്റെയിൽ എന്ന് പറയുന്നത് അത്യാവശ്യം നൈസാണ്. ഈ ഒരു ആംഗിളിൽ ഇരുന്ന് നോക്കിയപ്പോഴാണ് എനിക്കത് കാണാൻ സാധിച്ചത് സത്യം പറഞ്ഞാൽ. ഇപ്പോൾ 13.4 ലിറ്ററാണ് നമ്മുടെ ഈ ഒരു ബൈക്കിൻ്റെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അത് അത്യാവശ്യം ഈ ഒരു ബൈക്കിൻ്റെ മൈലേജ് ഒക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് നല്ലൊരു ടാങ്ക് റേഞ്ച് തരുന്നതാണ്. E20 ഫ്യൂൽ കേപ്പബിൾ ആയിട്ടുള്ള വാഹനമാണ് ഇതെന്ന് പറയുന്നത്. കാരണം ഇപ്പോൾ വരുന്ന പുതിയ വാഹനങ്ങളെല്ലാം തന്നെ നമുക്ക് E20 OBD2 അപ്ഡേറ്റഡ് ആയിട്ടുള്ള വാഹനങ്ങളാണ്. സീറ്റ് ഹൈറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 822 mm വരുന്നത്. അത് അത്യാവശ്യം ഒരുപാട് ഷോർട്ടായിട്ടുള്ള ആൾക്കാർക്ക് ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്നാൽ ഒരു നോർമൽ ഹൈറ്റ് ഉള്ളവർക്ക് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് ഓടിച്ചുകൊണ്ട് നടക്കാൻ സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് 155 mm ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുണ്ട്. അതേപോലെ ഏകദേശം 159 കിലോഗ്രാമോളമാണ് ഈ ഒരു KTM Duke 200ൻ്റെ കെർബ് വെയിറ്റ് വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് വാഹനത്തിൻ്റെ ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻസ് എന്ന് പറയുന്നത്. വലിയ ചേഞ്ച് ഒന്നും നമുക്ക് ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ കാണാൻ സാധിക്കുന്നില്ല. 2024 ഈ ഒരു കളർ അപ്ഡേറ്റ് മാത്രമാണ് KTM ഈ ഒരു വാഹനത്തിന് നൽകിയിരിക്കുന്നത്. അത് വെച്ച് നിർത്തി കഴിഞ്ഞാൽ നമുക്ക് വലിയ ഒരു ടെക്നിക്കൽ അപ്ഡേറ്റ് ഈ ഒരു വാഹനത്തിന് കൊടുത്തിട്ടില്ല. ഓൾറെഡി ഈ ഒരു സെഗ്മെൻറ്റിൽ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ ആൻഡ് ടെക് ലോഡഡ് ആയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിളാണ് Duke 200 എന്ന് പറയുന്നത്. കാരണം നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ക്യാരക്ടറിനെ സപ്പോർട്ട് ചെയ്യുന്ന വിധത്തിലുള്ള എല്ലാ സ്പെസിഫിക്കേഷൻസും അല്ലെന്നുണ്ടെങ്കിൽ എല്ലാ എക്യുപ്മെൻറ്റ്സും KTM ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. ബെസ്റ്റ് ബ്രേക്സ്, ബെസ്റ്റ് എഞ്ചിൻ പെർഫോമൻസ്, ബെസ്റ്റ് ഹാൻഡ്ലിംഗ്, അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വൺ ഓഫ് ദ ബെസ്റ്റ് ബൈക്ക് എന്ന് തന്നെ വേണം പറയാനായിട്ട് ഈ ഒരു 200cc സെഗ്മെൻറ്റിൽ. അപ്പോൾ അതിന് ഈ ഒരു പുതിയ ഫ്രഷ് ലുക്ക് കൊടുത്തിരിക്കുകയാണ് 2024 മോഡലിലേക്ക് വന്നപ്പോൾ. ഇനി അവസാനമായി ഇതിൻ്റെ പ്രൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ 2,43,000 രൂപയാണ് ഇതിൻ്റെ ഓൺ റോഡ് പത്തനംതിട്ട പ്രൈസ് വരുന്നത്. അപ്പോൾ 2.5 ലക്ഷം രൂപയ്ക്കുള്ളിൽ നിങ്ങളൊരു 200cc ഒരു ബിഗിനർ സ്പോർട്സ് ബൈക്ക് നോക്കുന്നുണ്ട്, ഒരു നേക്കഡ് ബൈക്ക് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഒരു വാഹനം തന്നെയാണ് KTM Duke 200. കാരണം ഇതിൽ നിങ്ങളെ എത്ര പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള പവറോ കാര്യങ്ങളൊന്നുമില്ല 390 പോലെ. പക്ഷേ നിങ്ങൾക്ക് സ്പോർട്സ് ബൈക്സ് റൈഡിങ് പഠിക്കാനും അതുപോലെ തന്നെ തുടങ്ങാനും പറ്റിയ ഒരു വാഹനമാണിത്. കാരണം 2.5 ലക്ഷം രൂപയ്ക്കുള്ളിലാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ആ ഒരു പ്രൈസിന് നമുക്ക് അത്യാവശ്യം എക്യുപ്മെൻറ്റ്സ് എല്ലാം തന്നെ ഇതിൽ വരുന്നുണ്ട്. ഒന്നും നമുക്ക് ഇനി ഇതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് തോന്നിക്കാനായിട്ട് KTM വെച്ചിട്ടില്ല. അപ്പോൾ എക്യുപ്മെൻറ്റ് വൈസ് ഇറ്റ്സ് എ ലോഡഡ് ബൈക്ക്. പിന്നീട് പവർ ആണെന്നുണ്ടെങ്കിലും സെഗ്മെൻറ്റിൽ തന്നെ ലീഡിങ് പവർ ഡെലിവറിയും തരുന്ന ഒരു വാഹനമാണിത്. അപ്പോൾ 200 ഫാൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. ഇത് ഓൺ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ യൂസർ എക്സ്പീരിയൻസും കൂടെ നമ്മളോടൊന്ന് ഷെയർ ചെയ്യുക. അത് ഈ വാഹനം വാങ്ങാനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. ഇനി ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വരുന്നത് നമ്മുടെ പുതിയ ബ്ലാക്ക് കളറിൻ്റെ ആയിരിക്കും. അപ്പോൾ എന്തൊക്കെ വ്യത്യാസമാണ് ഈ ഒരു ഓറഞ്ച് കളറിനെ അപേക്ഷിച്ച് ബ്ലാക്ക് കളർ 200 ഡ്യൂക്കിനുള്ളതെന്നുള്ളത് നമുക്ക് ആ ഒരു വീഡിയോയിലൂടെ നോക്കാം. സോ ഗൈസ്, വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, KTM പത്തനംതിട്ടയിലാണ് നമ്മൾ നിൽക്കുന്നത്. KTM വാഹനങ്ങൾ ഏതെങ്കിലും നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. KTMൻ്റെ സെയിൽസ്, സർവീസ്, സ്പെയർ സംബന്ധമായിട്ടുള്ള എന്ത് കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.